ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ സംബന്ധിച്ച നിർണായക സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഡോക്ടർ ഉമർ നബി സിറിയൻ ഭീകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. 2022 തുർക്കിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. സുപ്രധാനമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെ വിദേശ ബന്ധങ്ങളാണ് കണ്ടെത്താനായത്? കൂടുതൽ വിശദാംശങ്ങൾ. ഹിമ, ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ ചാവേറായിരുന്ന ഭീകരൻ ഡോക്ടർ ഉമർ നബിയുടെ സിറിയൻ ബന്ധം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിന്റെ രാജ്യാന്തര ബന്ധം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. 2022 തുർക്കിയിൽ വെച്ച് ഡോക്ടർ ഉമർ നബി ഒരു സിറിയൻ ഭീകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ നിലവിൽ കശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസാമിൽ ഷക്കീൽ, അതുപോലെ തന്നെ മുസാഫർ റാത്താർ എന്നിവരും പങ്കെടുത്തിരുന്നുവെന്നും ഈ അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഹാൻഡലറായ ഉക്കാഷയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉമർ നബി അൽ ഫലാഹ് സർവകലാശാലയിൽ എത്തുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നത് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ NIA ആരംഭിച്ചിരിക്കുന്നത്. ഡോക്ടർ മുസാമിൽ ഷക്കീൽ ജമ്മു കാശ്മീരിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അദ്ദേഹത്തെ ഉടൻ തന്നെ NIA വിശദമായി ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഈ ഉമർ ഉൾപ്പെടെ 3 അംഗ സംഘം 20 ദിവസത്തോളമാണ് 2022 ഈ തുർക്കിയിൽ താമസിച്ചിരുന്നത്. ആ സമയത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഉക്കാഷയെ കാണാൻ ആയിരുന്നു ഇവർ പോയിരുന്നത്. എന്നാൽ ഉക്കാഷയുമായുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നില്ല. തുടർന്ന് ഉക്കാഷ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിറിയൻ പൗരനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുസാഫർ റാത്തർ പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തി IS ഭീകര സംഘടനയിൽ ചേരുകയാണുണ്ടായത്. ഉമർ നബിയും ഒരു ഘട്ടത്തിൽ IS-ൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഈ ഉക്കാഷ, അതായത് ഹാൻഡലറായ ഉക്കാഷയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡൽഹിയിലേക്ക് മടങ്ങുകയും അൽ ഫലാഹ് സർവകലാശാലയിലെത്തി ഈ ടെറർ മോഡ്യൂളിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നുമാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യയിലെ ഭീകര പ്രവർത്തന ആക്രമണ പദ്ധതികൾ നടപ്പാക്കാനായിരുന്നു ഉമറിനെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നതെന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുള്ളത്. ബാലു, അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണം നടത്തിയ ഉമർ നബിക്ക് കൃത്യമായി ബോംബ് നിർമ്മാണത്തിൽ ഒരു വിദഗ്ധനാണ്. അതിനെക്കുറിച്ച് കൃത്യമായ പരിശീലനമൊക്കെ വീട്ടിൽ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ ഭീകരർക്ക് വിദേശ ഹാൻഡിലർമാരാണ് ഈ ബോംബ് നിർമ്മാണത്തിന്റെ വീഡിയോകൾ കൈമാറിയത് എന്നൊരു കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എത്ര വീഡിയോകൾ കൈമാറി, ഏത് മുഖേനയാണ് ഇത് കൈമാറിയത്? ഹിമ, ഈ ബോംബ് നിർമ്മാണ വീഡിയോകൾ ഈ വിദേശ ഹാൻഡിലർമാർ ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ സൂത്രധാരകരായ ഭീകരർക്ക് കൈമാറിയതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നത്. 42 വീഡിയോകളാണ് ഇങ്ങനെ കൈമാറിയിരിക്കുന്നത്. ഈ മുസാമിൽ ഷക്കീൽ എന്ന ഭീകരനാണ് ഈ വിദേശ ഹാൻഡിലർ ഈ വീഡിയോകൾ അയച്ചു നൽകിയിരുന്നത്. എൻക്രിപ്റ്റഡ് മെസ്സേജ് ആപ്പുകൾ വഴിയായിരുന്നു ഈ വീഡിയോകൾ കൈമാറിയത്. ഹൻസുള്ള എന്ന ഹാൻഡിലറാണ് ഈ വീഡിയോകൾ കൈമാറിയതെന്നാണ് ഈ മുസാമിൽ ഷക്കീലിന്റെ ഫോണിൽ പരിശോധിച്ചതിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ചെങ്കോട്ട ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിച്ച ഹാൻഡിലർമാർക്ക് ദക്ഷിണേന്ത്യയിൽ സമീപകാലത്ത് നടന്ന ഭീകരാക്രമണങ്ങളുമായി പങ്കുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം രാമേശ്വരം കഫേ സ്ഫോടനത്തിലും അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിലുമൊക്കെ സമാനമായ രീതി അവലംബിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഹാൻഡിലർമാരുടെ എല്ലാം പേരുകൾ വെറും കോഡ് നാമങ്ങളാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. കാരണം ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇതുവരെയും അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ 42 വീഡിയോകൾ ഈ മെസ്സേജിംഗ് ആപ്പ് വഴി ഇവർക്ക് കൈമാറിയിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. ശരി, ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ ഭീകരർക്ക് വിദേശ സഹായം ലഭിച്ചു എന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ബി ബാലഗോപാലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.